കാർ തുടക്കുമ്പോൾ ഇവൻ സംശയം തോന്നി. പെയിന്റ് ഉരച്ചു നോക്കിയപ്പോൾ അത് മുഴുവൻ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. എക്സോസ്റ്റ് പൈപ്പിന്റെ കഷണം മുറിച്ചപ്പോഴും സ്വർണമാണെന്ന് വ്യക്തമായതോടെ അത് പണയം വെക്കുന്ന കടക്കാരനെ കാണിച്ച് വിലയുറപ്പിച്ച് കാശു വാങ്ങി. ആ പണം കാണിച്ചു തന്നെ ഗൗനിക്കാത്ത മുൻകാമുകി റോസിനെ കാററ്റ് കയറ്റി മാളിൽ കയറി വൻ ഷോപ്പിംഗും നടത്തി ബെസ്റ്റ് വൈനും വാങ്ങി വാച്ച്മാന് $100 ടിപ്പും കൊടുത്തു. എന്നാൽ കാറിന്റെ ഉടമസ്ഥൻ തിരികെ വന്നേക്കുമെന്ന് റോസ് ആശങ്കപ്പെട്ടപ്പോൾ കാർ വിറ്റ ഡീലർ പോളിന് $2000 കൂടി കൊടുത്ത് സംഗതി രഹസ്യമാക്കാൻ ജാക്ക് പറഞ്ഞു. പോൾ സമ്മതിച്ചെങ്കിലും പുറത്തിറങ്ങിയ ജാക്കിനെ തള്ളിമാറ്റി തോക്കുധാരികളായ സംഘം അകത്തേക്ക് ഇരച്ചുകയറിയതോടെ അപകടം മണത്ത ജാക്ക് വേഗം വണ്ടിയെടുത്തുപോയി. റഷ്യൻ മാഫിയ തലവന്റെ വണ്ടിയായിരുന്നു അത്. ആ പണയക്കടക്കാരനും അവരുടെ ആളായിരുന്നു. ഓടിച്ചു പോകുന്നതിനിടെ ജാക്ക് കൂട്ടുകാരൻ സാമിനെ തട്ടി. കാര്യം പറഞ്ഞപ്പോൾ സാമും കൂടെ പോരാൻ തയ്യാറായി. റോസിനെ വിളിക്കാൻ അവളുടെ വീട്ടിലെത്തിയെങ്കിലും പേടിച്ചുപോയ അവൾ പോലീസിനെ വിളിച്ചു. പോലീസ് പിടിച്ചെങ്കിലും തെളിവില്ലാത്തതിനാൽ വെറുതെ വിട്ടു. തുടർന്ന് രണ്ടുപേരും കാറുമായി രക്ഷപ്പെടാൻ തുടങ്ങി. അതിർത്തിക്കടുത്തെത്തിയപ്പോൾ കാർ കേടായി. വർക്ക്ഷോപ്പിലെ മെക്കാനിക് സ്വർണത്തിന്റെ രഹസ്യം കണ്ടുപിടിച്ചതോടെ കൂലി 100 ഇരട്ടി ചോദിച്ചതും ഇവർ സമ്മതിച്ചു. പണി തീർന്നതും മാഫിയ കൊലയാളി റോക്കറ്റ് ലോഞ്ചറുമായി ആക്രമിച്ചു. അതിർത്തിയിലൂടെയുള്ള ആ ജീവൻമരണ പാച്ചിലിനിടെ കാർ പുഴയിലേക്ക് മറിഞ്ഞു. രണ്ടുപേരും ഉണർന്നപ്പോൾ അയൽരാജ്യമായ കസാക്കിസ്ഥാനിലെത്തിയിരുന്നു.